ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. രാവിലെ പണികളൊക്കെ കഴിഞ്ഞു. ഉച്ചയാവാറായിട്ടോ, 12 മണിയായി. ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് പിള്ളേരൊന്നും സ്കൂളിൽ പോയിട്ടില്ല. ഇന്ന് ശരിക്കും ഫെലിക്സിന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ പോയില്ല. അപ്പം ഇന്നിപ്പോൾ എന്താ, കുറേ നാളായി ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ രാവിലെ കുറച്ച് നേരം പിള്ളേർ TV കാണലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒന്ന് വാതിൽ തുറന്നത്, അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബഹളമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അവിടെ ഇരുന്ന് ഇസബെല്ല എന്നെ എടുക്കുക എന്നൊക്കെ. ഇതൊക്കെയാണ് ഇവിടുത്തെ പണികൾ. അപ്പുക്കുട്ടൻ കസേരയുടെ മണ്ടേ കയറുന്നു. അങ്കി അതുള്ള പഴയൊരു നക്ഷത്രത്തിൻ്റെ ഒരു കുഞ്ഞു ഭാഗമുണ്ട്. അപ്പോൾ അതിങ്ങനെ അപ്പുക്കുട്ടനെ കാണിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം മതി കളിക്കാനൊക്കെ ആയിട്ട്. ഇനി അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ചെറിയൊരു കഷ്ണം ഇത് കാണിച്ചേടാ കുട്ടാ. ഈ ഒരു ചെറിയ കഷ്ണം കണ്ടോ, ഈ ഒരു കഷ്ണത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇനി ഇവിടെ അടി ഉണ്ടാവുക കേട്ടോ. അത് എൻ്റെ ആയിരുന്നു, അത് നിൻ്റെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുറ്റടി ഉണ്ടാവും ഇവിടെ. എടുത്തോണ്ട് പോയി ഉണ്ടോ രണ്ടുപേരും. കണ്ടോ അയ്യോ, വഴക്കുണ്ടാക്കല്ലേ അങ്കി. ആരെ? സാറമ്മോട് ഉടുപ്പ് കയറ്റിയിട്ട് സാറമ്മോട് വലിയൊരു കഷ്ണം ശർക്കരയും കൊണ്ട് വന്നു. അങ്കി, എന്ത് പണിയാ നിങ്ങളിവിടെ? അങ്കിക്ക് ചെറിയ ചുമയുണ്ട്. അയ്യോ, ഇപ്പൊ കാണായിരുന്നു കസേര. ഓടിക്കോ എന്നൊക്കെ ഇവിടെ നിന്ന് വിളിച്ച് പോകുന്നുണ്ട് ഓരോരുത്തർ. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ഓരോരോ ദിവസങ്ങൾ. എപ്പോഴും ഫുള്ള് ബഹളമായിരിക്കും. അപ്പം എന്താ പറയുക, അടങ്ങിയിരുന്ന് അല്ലെങ്കിൽ അത് എന്താ പറയുക, പിള്ളേരുടെ ബഹളം ഇല്ലാതൊരു വീഡിയോ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. ഇനി സ്കൂൾ അടച്ചു കഴിയുമ്പം വേണം ഓരോരുത്തരെ ഓരോ വഴിക്ക് വിടാനായിട്ട്. മമ്മിയോട് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മമ്മിയോട് സ്കൂൾ അടയ്ക്കുന്ന അന്ന് തന്നെ കൊണ്ടുവരും ഓരോരുത്തരെ ഷിഫ്റ്റാണ്. ഇവിടെ രണ്ടുപേരും കൂടെ ഒരു കസേരയിൽ കയറി ഇരുന്നിട്ടാണ് ഇവിടെ അടുത്ത കളി. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല അപ്പുക്കുട്ടനെ. എന്നാ അപ്പുക്കുട്ടാ? സാറമ്മോളെ എന്നൊക്കെ അവള് വന്ന് പോര് കുത്തി ആ സാധനം മേടിക്കാൻ തുടങ്ങുക. അപ്പുക്കുട്ടനും അങ്കിയാണെങ്കിൽ അതെന്തോ വലിയ നിധി പോലെ സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കുക. ഇനി കുറച്ചു നേരം ഇനി ഇതിന്റെ കട ഇടയ്ക്ക് വന്നിട്ടും ഇടയ്ക്കും മുട്ടിനും വന്ന് ഓരോ അടിയും കൊടുക്കും, തല്ലും കൊടുക്കും. അല്ല അപ്പുക്കുട്ടാ? ഞാൻ എന്നാണാവോ ഇനി ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാണ് അവന്റെ നടപ്പ്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ എപ്പോഴും അലമ്പ് വീഡിയോസ് ആയിരിക്കും കേട്ടോ. അത് അലമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പിള്ളേരുടെ. ഇനി എന്താ പറയാ, കുറച്ച് നേരം ഇങ്ങനെ ഇതും കളിച്ചുകൊണ്ട് നടക്കുക. അവസാനം അത് അടിയാവും. അവസാനം ഞാൻ വടിയെടുത്തിട്ട് ചെല്ലേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ആക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഇങ്ങനെ ഇരിക്കുക. കുറച്ചു നേരം ഇങ്ങനെ അടിയുണ്ടാകും. അങ്കിയുടെ ഏതോ ലോകത്താ ഇങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട്. അല്ലെങ്കിൽ ഇങ്ങ് വന്നേ, അമ്മ ചോദിക്കട്ടെ. ഇങ്ങ് വന്നേ ഒന്ന് ചോദിക്കട്ടെ. അമ്മയെന്ന് പറഞ്ഞാൽ കുറച്ചു നേരം TV വെച്ച് കൊടുത്ത് ആദ്യം മാത്രം കുറച്ചൊന്ന് അടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഫുള്ളിങ്ങനെ ബഹളമായിരിക്കും. ബഹളമുള്ളതൊക്കെ നല്ലതാ. ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയാ, നമുക്ക് ഇത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുകയാണ് അടങ്ങിയിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിളിച്ച് മമ്മിയോട് പറയും, ഇവരാണെങ്കിൽ ഒരു വക പറഞ്ഞാൽ കേൾക്കില്ല, മമ്മി അടങ്ങിയേ ഇരിക്കില്ല. അപ്പം മമ്മി എന്നെ വഴക്ക് പറയും. പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പിള്ളേർ കുറച്ച് നേരം അടങ്ങിയിരുന്ന് കഴിയുമ്പോൾ അറിയാം, അല്ലെങ്കിൽ പിള്ളേർ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ പറയാം, ബഹളം ഇല്ലെങ്കിൽ അറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിള്ളേരാകുമ്പോൾ അങ്ങനെ ഇവന് നീ പറയുന്ന പോലെ പിള്ളേർ അടങ്ങിയിരിക്കുവാണ്. ശരിയാ, ഞാൻ പിന്നെ ആലോചിച്ചു, ശരിയാണല്ലോ. ഇപ്പം ഞാൻ പറയുന്ന പോലെ അടങ്ങിയിരിക്കുകയായിരുന്നെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഓരോരുത്തർ ഓരോരോ പണികളാണ്. ഇവർ ഇത്രയും അവരുടെ ഒപ്പം പോവില്ലെങ്കിലും അവനും നോക്കി കണ്ട് പഠിക്കുക. അവന് ഞാനും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. അപ്പൊ കുട്ടാ 1 പറഞ്ഞ 1 കഴിഞ്ഞാൽ തീയ അവന്. 1 2 തീ കഴിഞ്ഞേതാ? 4 4 കഴിഞ്ഞേതാ? 4 5 പറഞ്ഞേ. വാവ്. ഇനി അത് 6 പറ. 1 1 3 അല്ലേ?
1 പറഞ്ഞു. എന്താ പെണ്ണുങ്ങളെ അവിടെ പരിപാടി? ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. എൻ്റെ വീഡിയോയിൽ ഇത് മാത്രമേ കാണുള്ളൂ കേട്ടോ. ഫുഡ് കൊടുക്കുന്നതൊന്നും ഉണ്ടാക്കാനും ഒന്നും സമയം ഉണ്ടാവില്ല എനിക്ക്. എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഇങ്ങനെയായിരിക്കും. പിള്ളേരുടെ അലമ്പും ബഹളവും പിള്ളേരുടെ കുരുത്തക്കേടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ അവിടുന്ന് മാറിയിരിക്കുകയില്ല. അടി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കും. നോക്ക്, ഒരു കസേര പോലും ഇല്ല. കസേര ഇട്ട് കഴിഞ്ഞാൽ അപ്പം അത് വലിച്ചുകൊണ്ട് പോയിട്ട് ഒന്നെങ്കിൽ വാഷ് ബേസിലെ പൈപ്പ് തുറക്കും. എന്നിട്ട് ആ വെള്ളം എല്ലാം നിലത്തോടെ എല്ലാം ആക്കും. ചുമയാണോ? കള്ളച്ചുമയാണോ എല്ലാത്തിനും? ആ, നിങ്ങളുടെ പെച്ചേട്ടൻ എന്തിയാ പിള്ളേരെ? ഇതുണ്ടല്ലോ, ഏതോ ഒരു കാർട്ടൂൺ കണ്ടിട്ട് അതിൻ്റെ അകത്തെ ആൾക്കാരെ പോലെ അഭിനയിച്ച് കാണിക്കുന്ന തന്നെ. ശരമളെ എന്നെടുക്കുവന്നേ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ എന്നേ പിള്ളേര്? എനിക്കിത് കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കും. പിന്നെ ഞാൻ നോക്കും, അപ്പം ആരോടെങ്കിലൊക്കെ പറയുമ്പോൾ അവർ പറയും ഇതിനേക്കാൾ കുരുത്തക്കേടിൻ്റെ കഥകൾ പറയുമ്പോൾ പിന്നെ ഞാൻ ആശ്വസിക്കും. ഇവര് 4 പേരായിട്ടാണല്ലോ ഇത്രയും കുരുത്തക്കേടുന്നത്. ഒരാൾ തന്നെ ഒളിങ്ങി, അവൾ തന്നെ ഒളിങ്ങി, അങ്കി തന്നെ ഒളിങ്ങി, അങ്ങനെ വലിയ കുരുത്തക്കേടൊന്നുമില്ല കേട്ടോ. ഈ സാറമ്മോളാണല്ലോ അതെ. ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ വലിയ ബഹളമൊന്നുമില്ല. ശനിയാഴ്ച ഞായറാഴ്ച അവധിയുള്ള ദിവസങ്ങളാണ് കൂടുതലും ബഹളം. ഇനിയിപ്പം 12 മണിയായി. ചോറൊക്കെ കൊടുക്കണം ഇനി ഇവർക്ക്. രാവിലെ നേരത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ പിള്ളേരുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് അവരുടെ കുരുത്തക്കേടും അവരുടെ വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് വേറെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇവരെന്താണോ കാണിക്കുന്നത് അതേ സെയിം വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അല്ല, ഇതൊക്കെയാണ് ഇവിടുത്തെ മേളങ്ങൾ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഇത്രയും വലിയ ബഹളമൊന്നുമില്ല. സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഇവർക്ക് ഭയങ്കര, സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഉണ്ടല്ലോ സാറമ്മൂക്കും അപ്പുക്കുട്ടിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇവരൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ. പിന്നെ കുറച്ച് വഴക്കൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊന്ന് ഇവർക്ക് എല്ലാവരും കൂടെ ഈ വീട്ടിൽ ഒരുമിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഇഷ്ടം. വലിഞ്ഞു കയറുന്നു. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വികൃതിത്തരങ്ങളൊക്കെ അവൻ കാണിക്കുന്നു. ഒരു കസേര പോലും നേരെ ഇരിക്കുന്നില്ല ഈ വീട്ടില്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടെ നല്ല ചൂടായി, എല്ലായിടത്തും ചൂടൊക്കെ ആയിരിക്കും അല്ലേ. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. സാധാരണ അത്രയും ചൂടില്ലാത്തതായിരുന്നു. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. കിടന്നിട്ട് കിടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താ, പെച്ചേട്ടനെ ഇങ്ങനെ കുറച്ച് എഴുതാനുണ്ട്. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുവാണ് അവന്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ അവനെ കാണിക്കാത്തത്. അവൻ വന്നു കഴിയുമ്പോൾ അവൻ്റെ കാണിച്ചു തരാം ഞാൻ. എല്ലാവർക്കും ഒരു ടാറ്റ ബൈ ബൈ ഒന്ന് പറയാമോ? ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായപ്പോഴേക്കും എന്താ നിന്റെ വീട് നീ എഴുതുമല്ലായിരുന്നോ? പിന്നെ നീ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് കൂട്ടാതിരുന്ന. എഴുതി കഴിഞ്ഞോ? അയ്യോ, എന്താണ് പ്രശ്നം? എഴുതി കഴിഞ്ഞോ? ആണോ? അപ്പൊ എന്താ പരിപാടി ഇനി? TV കാണാ. വെയിലാ, അത് കാരണം പുറത്തേക്കൊന്നും വിടാൻ പറ്റില്ല. അപ്പൊ എന്നാ TV പോയി കണ്ടോ? TV കണ്ടോ? എഴുതി കഴിഞ്ഞല്ല? ബാക്കിയപ്പോ ആരെഴുതും? ഞാൻ ആരെഴുതും ബാക്കിയപ്പോ? നോക്കാമെങ്കില്. പിന്നെ ഇന്നെന്താ സ്കൂളിൽ പോകാതിരുന്ന ആശാനെ? എന്തിനാ? രസോ? ഇന്ന് ശനിയാഴ്ച ഉച്ച വരെ ഉള്ളൂ. അപ്പൊ പിന്നെ എന്നാ ശരി ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അല്ലേടാ? ആർക്ക്? അമ്മയ്ക്കൊരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ്. എന്ത് നല്ല മകനല്ലേ. ശരി കേട്ടോ, ഉപകാരം ഉണ്ടായിരുന്നു. എനിക്ക് അടിച്ചു വാരിയൊക്കെ തന്നു. പിന്നെ എനിക്ക് ധൈര്യമായിട്ട് ഇവൻ്റെ അടുത്ത് ഇരുത്താമല്ലോ.
അങ്ങനെയൊക്കെ നോക്കും കേട്ടോ. ഫെലിക്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഉപകാരം. കുറച്ച് നേരം കുറച്ചിങ്ങനെ എന്താ പറയുക, അവനിങ്ങനെ അമ്മേനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും, എന്നാലും കുഴപ്പമില്ല. അവനുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാണ്. ഇവനെ എടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാമല്ലോ, അല്ലെങ്കിൽ വേറെ ആരും ഇല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഇവനുണ്ടെങ്കിൽ ഒരു ആശ്വാസമൊക്കെയാണ് എന്ന് വിചാരിച്ച് നീ പൊങ്ങൊന്നും വേണ്ട കേട്ടോ. ആ അതെ, അതുകൊണ്ട് കൈ കഴിച്ചു. ശരിയാ അമ്മ. ഞാൻ അവനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ മിണ്ടാതിരിക്കും, പിണങ്ങിയിരിക്കും. അപ്പൊ പിന്നെ ഞാൻ ആരോട് പറയുമല്ലേ, ഇവരെ ഒന്ന് നോക്കടാ, അമ്മ ഒന്ന് അങ്ങോട്ട് പോകുമ്പോ എടാ ഇവര് നോക്കിയേക്കണം കേട്ടോ എന്നും പറഞ്ഞ് നിന്നെ എടുത്തില്ലേ പറഞ്ഞിട്ട് പോകുന്ന അമ്മ. അപ്പൊ ഒന്നുമില്ല കൂട്ടാ, ഇന്ന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ അമ്മ. കുട്ടിന് എന്തേലും പറയാനുണ്ടോ? നാണം വന്നാ ഇങ്ങോട്ട് നോക്കിയേ. എല്ലാവർക്കും ടാറ്റ പറഞ്ഞേരേ. ആ ടാറ്റ. ആ അപ്പൊ ശരി കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുറച്ച് നേരം കേട്ടോ. 1 മണിക്കൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മണിക്കൂർ പോലും ഇല്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്താ പറയുക, പിള്ളേരൊക്കെ അകത്തല്ല, എല്ലാവരും പുറത്തിറങ്ങി. എനിക്ക് വെയിലത്ത് ഇനി അവരെ ഒന്ന് കയറ്റണം, ചോറ് കൊടുക്കണം. പിന്നെ ഇന്ന് വൈകുന്നേരം പെരുന്നാളിന് പോകണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു വീഡിയോ വലിയ കണ്ടന്റും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. പിള്ളേരുടെ ശരിക്കുള്ള ഞങ്ങൾ ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇത് എങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു പിള്ളേരുടെ വീഡിയോസൊക്കെ ഇടുക, കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കാരണമാണ് ഞാനിങ്ങനെ. പിന്നെ ഇനി അത് വോയിസ് ഓവറൊക്കെ കൊടുക്കണമെങ്കിൽ അതും ചിലപ്പോൾ എനിക്ക് സാധിച്ചെന്ന് വരില്ല, ഇവരുടെ ബഹളവും ഒക്കെ ആയിരിക്കും. അത് കാരണം കേട്ടോ ഞാൻ ഇങ്ങനെ ഇടുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിള്ളേർ വലുതാവും തോറും നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാം. ഇപ്പം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമുള്ളവർ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.